നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തുടരും. ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയം. വിരമിക്കൽ പ്രായത്തിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം. വേനൽ കടുക്കുന്നു, കുടിവെള്ളം മുട്ടുന്നു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. കട്ടപ്പന കല്യാണത്തണ്ടിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയും തുണയ്ക്കുന്നില്ല. ദേവികുളത്ത് ഭീതിയായി മോഴയാന. ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ചു. വിദേശ വിനോദ സഞ്ചാരികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മലപ്പുറം വണ്ടൂരിൽ ഫർണിച്ചർ കടയിലേക്ക് പാഞ്ഞുകയറി പന്നിക്കൂട്ടം. ആനശല്യത്താൽ പൊറുതിമുട്ടി പാലോട് മുത്തിപ്പാറ കോളനി നിവാസികൾ. പകൽ പോലും പുറത്തിറങ്ങാൻ ഭയം. കുട്ടികളുടെ സ്കൂളും ഉപജീവനമായ തൊഴിലും മുടങ്ങുന്നു. പുലിപ്പേടിയിൽ കാസർഗോഡ് കാനത്തൂർ. തുടർച്ചയായ ദിവസങ്ങളിൽ 4 പുലികളെ കണ്ടെന്ന് നാട്ടുകാർ. RRT സംഘം തെരയുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടികളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരിച്ചറിഞ്ഞാൽ വൻതുക പിഴ. ഇതിനകം ഈടാക്കിയത് 10 ലക്ഷത്തോളം രൂപ. വിശദമായി നോക്കാം. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം തുടരും. ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 6 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. 17 വർഷം കൊണ്ട് കാലാകാലം ഞങ്ങൾക്ക് 500 രൂപയായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു പേര് വോളണ്ടിയർ മാത്രമായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വർഷങ്ങൾ കൂടി വരുമ്പോഴും പലതരത്തിലുള്ള സർവേകളും പലതരത്തിലുള്ള ജോലികളും ഞങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങനെ കാലാകാലങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു 7000 രൂപ ഞങ്ങൾക്ക് തരുന്നത് ഒരിക്കലും ഞങ്ങൾക്കത് മാസാമാസം തരുന്നില്ല. ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് ഇതേപോലെ സമരങ്ങൾ കൂടിയാണ് ഞങ്ങൾക്കത് തരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ 62 വയസ്സാകുന്നവര് പിരിഞ്ഞു പോവാനാണ് പറയുന്നത്. യാതൊരു ആനുകൂല്യമില്ല. വെറുതെ 62 വയസ്സായവരോ അങ്ങ് പിരിഞ്ഞു പോകണം. ഒന്നും തരുന്നില്ല ഞങ്ങൾക്ക്. അത് പറ്റില്ല. അത് ഞങ്ങൾക്ക് ഒരു വിരമിക്കലായിട്ട് ഒരു 5 ലക്ഷം രൂപ തരണം. എന്നിട്ട് ഞങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തണം. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ESIയോ ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും 5 രൂപ OP ടിക്കറ്റ് എടുത്ത് വേണം അവിടെ കയറി ഡോക്ടറെ കാണാൻ. ഇങ്ങനെ ഞങ്ങൾ നിരന്തരമായും ഞങ്ങളിങ്ങനെ പക്ഷേ ഗവൺമെന്റ് പറയുന്നത് എല്ലാ ജോലിയും ഞങ്ങൾ സന്മനസ്സോടെ സ്നേഹത്തോടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് ഞങ്ങളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് കാണുന്നില്ല? വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കണം. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കണം എന്നുള്ളതാണോ നിങ്ങളൊരു പ്രധാനപ്പെട്ട? വിരമിക്കൽ പ്രായം ഞാൻ പറയട്ടെ, നമ്മൾക്കൊരു ജോലിയിൽ നമ്മൾ റിട്ടയർമെന്റ് സാധാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ പോയേ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. പോകുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെയാണോ പോവേണ്ടത്? ഞങ്ങൾ ഇത്രയും 18 വർഷം കൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ നടന്നും ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്സിഡന്റ് പറ്റി എന്റെ കാല് പൊട്ടിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കിയിൽ കർഷക സംഘത്തിന്റെ സമരം. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ജില്ലയിലെ 11 കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം തടയാൻ തയ്യാറാകാത്ത വനംവകുപ്പിന്റെ നടപടിക്കെതിരെയാണ് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ 11 ഫോറസ്റ്റ് ഓഫീസുകളിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. കാഞ്ചിയാറിൽ നടന്ന സമരം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വന്യജീവി വനാതിർത്തിയിൽ താമസിക്കാത്ത മനുഷ്യർക്ക് ഇപ്പോൾ ഭയമായി തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായ ഭേദഗതി ചെയ്യുക, മനുഷ്യജീവൻ സംരക്ഷിക്കുക, വനം വകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, വന്യജീവി ആക്രമണമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ RRTകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. കാഞ്ചിയാറിൽ നടന്ന സമരത്തിൽ CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് 18 ഇടുക്കി.
വേനലിന്റെ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ളക്ഷാമം നേരിടാൻ കട്ടപ്പന കല്യാണത്തണ്ടിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഇതോടെ കുടിവെള്ളം വലിയ വില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ചൂട് കനത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറുകയാണ്. കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് കല്യാണത്തണ്ട്. ഇവിടെ ആഴ്ചകളായി കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കല്യാണത്തണ്ടിന് പുറമെ സമീപ വാർഡായ മുളകരമേടിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 450 അടി കുഴൽക്കിണറിന് അനുമതി ആയി ഇവിടെ 2 കൗൺസിലർമാർ വന്നിരുന്നു. പക്ഷേ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാലത്തും വെള്ളം കിട്ടാൻ പോകുന്നില്ല. കാരണം 1000-1200 അടിയെ താഴ്ചയിലുള്ള കുഴൽക്കിണറുകൾ പലതും സ്മാരകമായിട്ട് ഈ വാർഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇടുക്കി കട്ടപ്പന റോഡ് സൈഡിൽ 450 അടിക്ക് കുഴൽക്കിണറടിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയിട്ടില്ല, പാറപ്പൊടി മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഈ കല്യാണത്തണ്ടിൻ്റെ മണ്ടയിൽ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഉള്ളവർക്ക് കുടിവെള്ളം ലഭിക്കത്തുമില്ല, അതിനൊരു പരിഹാരം ഉണ്ടാകത്തുമില്ല. ഞങ്ങളിതിന് മന്ത്രിതലം വരെ പരാതികൾ നൽകിയിരുന്നു. മുൻപ് ഏതാണ്ട് 1 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന് ഇതിന് പരാതി നൽകിയിരുന്നു. അത് അദ്ദേഹം പോലും ഇതൊരു പരിഗണനയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നിലവിൽ നഗരസഭയുടെ കീഴിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 6 ദിവസം 7 ദിവസം കൂടുമ്പോൾ 100 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ വെള്ളം കിട്ടും. ഞങ്ങൾ 2 പേരും വയ്യാത്തവരാണ്. ഈ പുള്ളിക്കും കാലം വേല, എൻ്റെ 2 മുട്ടിനും വേദനയാണ്. ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല, നിവൃത്തിയില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്നാമത് പഞ്ചായത്ത് വീട് തന്നിരിക്കുന്നു, അതിന് കക്കൂസും അകത്ത കുളിക്കുകയും വേണം, നനയ്ക്കുകയും വേണം. മെഷീനൊന്നുമില്ല, അതിനകത്ത് കല്ല വെച്ച തല്ലി കണക്കത്, അതിന് പോലും ഉള്ള വെള്ളമില്ല. എനിക്കാണ് ഒരു പാത്രം വെള്ളത്തിന് പോകാനും വില കൊണ്ടുതരാനും ആരുമില്ല. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടായിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ, വെള്ളമില്ല, അലക്കാനും കുളിക്കാനും വെള്ളമില്ല. എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. 1ഉം 2ഉമല്ല, പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ദുരിതം അനുഭവിക്കുന്നത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ച് കാട്ടാന. വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവയാണ് ആന ആക്രമിച്ചത്. ആക്രമണം നടത്തിയ മോഴയാനയെ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് മോഴയാനയുടെ പരാക്രമം. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ചവിട്ടിമറിച്ചു. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. റോഡിൽ തന്നെ തുടർന്ന ആനയെ RRT സംഘമെത്തിയാണ് തുരത്തിയത്. യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ സംഘം തേക്കടിലേക്ക് യാത്ര തിരിച്ചു. ഇതേ ആന പശുവിനെ ചവിട്ടിക്കൊല്ലുകയും ഓട്ടോറിക്ഷ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആക്രമണം നടത്തിയ മോഴയാനയെ മൂന്നാർ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പ്രധാന പാതയിൽ നിന്ന് മാറിയെങ്കിലും ആന തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ് സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു, അവരും ചവിട്ടി നടത്തി, എന്നെ ചവിട്ടിയുള്ളൂ. പകൽ സമയത്ത് പോലും ദേശീയപാതയിലേക്ക് ആന എത്തുന്നത് വൻ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. അതേസമയം മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഏതാനും ദിവസങ്ങളായി എത്തുന്ന ഒറ്റക്കൊമ്പന്റെ കാലിലെ പരിക്ക് ഗുരുതരമാണെന്ന വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിലുള്ള ആനയെ 5-അംഗ സംഘം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. വന്യമൃഗശല്യത്തിൽ ജീവിതം വഴിമുട്ടിയ ഒരു നാട്. പാലോട് ഇടിഞ്ഞാർ മുത്തിപ്പാറ കോളനി നിവാസികളാണ് ആനശല്യത്തിൽ പൊറുതിമുട്ടുന്നത്. പകൽ പോലും പുറത്തിറങ്ങാൻ ഭയന്നാണ് ഇവരുടെ ജീവിതം. രാത്രികളിൽ ഉറക്കമളച്ചിരുന്ന് ആനയെ ഓടിക്കുക ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പാതിരാത്രിയിൽ മാത്രമല്ല, പട്ടാപ്പകലും ഭീതിയിലാണ് ഇവരുടെ ജീവിതം. തൊഴിലിടങ്ങളിൽ, കൃഷിഭൂമിയിൽ, എന്തിനേറെ വീടിന് മുന്നിൽ പോലും ഏത് നിമിഷവും ആനക്കൂട്ടമെത്താം. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ആഴിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുക ചെയ്യണത്. ലൈറ്റ് അടിച്ചാലും പോകില്ല, ഒരു ലൈറ്റ് അടിച്ചാൽ ആന പോകത്തില്ല. പക്ഷെ ഒരു 5-6 ലൈറ്റ് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിയുള്ളൂ, വീണ്ടും വന്ന് ഭയങ്കര ശല്യത്തിരിക്കും. നാട്ടുകാർ ഒരുമിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഒരുമിച്ച് ഉണർന്നിരിക്കും, ആരും ഉറക്കമില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണിവർക്ക്. കുട്ടികൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് ആലോചിക്കാൻ പോലും ആകില്ല. സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്കൂളിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും പിന്നെ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് അമ്മമാരും കുട്ടികളെ കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് ഇതിലേ പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പകൽ ഈ റോഡേ കൂടെ തന്നെ പകൽ ആന നടക്കും. നമ്മളെ തന്നെ ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകും. കാട്ടിനുള്ളിൽ പോയി ജോലിയെടുക്കാൻ കഴിയില്ല. കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത അവസ്ഥ. ചക്ക സീസൺ ആയതോടെ ആനശല്യം കൂടി. ഇഷ്ടം പോലെ ആന വന്നു. രാവിലെ 2 കാലും പോക്കി കയറി നിന്നിട്ടാണ് ഉരുക്കി തള്ളി ഇട്ടിട്ട് ലൈറ്റ് അടിച്ചപ്പോഴും കാലിനെ താഴെ വെച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞു നിന്നു. ഓടി വീടിനകത്തേക്ക് കഥ അടച്ച് വീണ്ടും ആന ചക്ക തിന്നാൻ വരുന്നതാണ്. ചക്ക തിന്നാനും പിന്നെ വാഴ എന്തുണ്ടെങ്കിലും അത് തിന്നും. വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളുമുണ്ട്. വീടുകളുള്ള ഭാഗത്ത് അതുമില്ല. പിന്നെ ആന വന്ന് അവരെ വിളിച്ചാൽ അവര് വരിയൊന്നുമില്ല. അവര് കൂപ്പ് സൈഡൊക്കെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ ജനങ്ങൾ കിടക്കണം അങ്ങോട്ടൊന്നും വരികയോ നോക്കുകയൊന്നും ചെയ്യൂല. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇവരുടെ ചോദ്യത്തിന് അധികൃതർക്കും മറുപടിയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നെല്ലിയാമ്പതി ചുരം റോഡിൽ പുലി ഇറങ്ങി. വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുന്നിൽ ഏറെ നേരം പുലി നിലയുറപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6:45 പുലിയെ ചുരം റോഡിൽ കണ്ടത്. പുലിപ്പേടിയിലാണ് കാസർഗോഡ് കാനത്തൂർ ഗ്രാമവും. തുടർച്ചയായ ദിവസങ്ങളിൽ 4 പുലികളെ കണ്ടതാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. RRT സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങി. കർണാടക വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാനകളെ പേടിച്ചായിരുന്നു ഇതുവരെ കാനത്തൂരുകാർ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആനയെ മാത്രമല്ല പുലിയെയും പേടിക്കേണ്ട അവസ്ഥയാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ പട്ടാപ്പകൽ പുലിയിറങ്ങുന്നത് പതിവാണ്. ഒന്നല്ല, ജനവാസ മേഖലയിൽ ഇറങ്ങിയ 4 പുലികളെയാണ് നാട്ടുകാർ പേടിക്കുന്നത്. തൈരയിലെ പുഷ്പയുടെ വീട് കിണറിന് സമീപത്താണ് അയൽവാസികൾ പുലിയെ കണ്ടത്. ഉടൻ കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. 1 മാസക്കാലമായിട്ട് ഈ പ്രദേശത്ത് പുലി ഭീതിയിലാണ് ആളുകളെല്ലാം. നമുക്ക് നേരത്തെ കാട്ടുപോത്തിന്റെ ഒക്കെ വിഷയം ഉണ്ടായിരുന്നുണ്ട്, അതുപോലെ തന്നെ പന്നിയുടെ വലിയ ശല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുലി ആകസ്മികമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയിട്ട് ഈ പ്രദേശത്താകെ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. കൊച്ചുമക്കളൊക്കെ രാവിലെ ട്യൂഷനും സ്കൂളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസത്തിലാണ്. എല്ലാവരും വാഹനത്തിൽ ഓട്ടോയിൽ കൊണ്ടുപോകുന്ന സാമ്പത്തികമായിട്ട് പ്രയാസമില്ലവരെല്ലാം ഓട്ടോയിൽ ആണ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തിക്കുന്ന നിലവിലുള്ള സാഹചര്യം അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ഗ്രാമപ്രദേശമാണെങ്കിലും ഒരുപാട് ഒന്ന് മെയിൻ 150 മീറ്റർ മാറിയിട്ടാണ് സ്കൂള്. 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് EHS കൊളത്തൂർ. അപ്പോൾ അത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. തൊട്ടടുത്തുകൂടെ മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. കൊളത്തൂർ, കരയക്കടുക്കം, ചളക്കാട്, വരിക്കുളം, ബാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രമായ കുളത്തൂർ മടന്തക്കോട് പാറമടയ്ക്കുള്ളിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയിരുന്നെങ്കിലും മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം വണ്ടൂരിൽ പട്ടാപ്പകൽ ഫർണിച്ചർ കടയിലേക്ക് പാഞ്ഞു കയറിയ പന്നിക്കൂട്ടം മുൻവശത്തെ ഗ്ലാസുകൾ തകർത്തു. വണ്ടൂർ കുറ്റിയിലെ CH ഫർണിച്ചർ കടയിലേക്കാണ് പന്നിക്കൂട്ടം പാഞ്ഞു കയറിയത്. മുൻവശത്തെ ഗ്ലാസും ഫർണിച്ചറുകളും അടക്കം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മൂന്നാറിലെ പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിലെത്തിയ കാട്ടാനയ്ക്ക് കാലിൽ ഗുരുതരമായി പരിക്കേറ്റു. ഭക്ഷണം തേടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒറ്റക്കൊമ്പോട് കൂടിയ കാട്ടാന ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം കുന്നുകൂടി കിടക്കുന്ന കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ആകാം കാട്ടാനയുടെ കാലിൽ പരിക്കേറ്റത്. സംഭവം മൂന്നാർ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും നിരീക്ഷിക്കുന്നതല്ലാതെ ചികിത്സ നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. പത്രാപുരം പുന്നല ചിതൽവെട്ടിയിൽ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. ചിതൽവെട്ടിയിൽ SFCKയുടെ 15 ഏക്കറിലധികം റബ്ബർ തോട്ടം തീപിടുത്തത്തിൽ കത്തിനശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് തോട്ടത്തിലേക്ക് തീ പടർന്നതെന്നും മരങ്ങൾ കത്തിനശിച്ചതിലൂടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നും SFCK മാനേജർ ഷിബുകുമാർ പറഞ്ഞു. കൊടും ചൂട് തീ ആളിപ്പടരുന്നതിന് കാരണമായി. ഫയർഫോഴ്സുകൾ എത്താൻ വഴി സൗകര്യം കുറവുള്ളതും തീ അണയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി. പുനലൂർ ഫയർ യൂണിറ്റുകളിൽ നിന്നായി 4 ഫയർ എഞ്ചിനുകളും SFCKയുടെ വാട്ടർ ടാങ്കർ ലോറികളും എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു.
ഇടുക്കി വണ്ടൻമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് സൂര്യകാന്തി പൂക്കാലമാണ്. സ്കൂൾ പരിസരത്ത് കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം കുട്ടികളുടെ നേതൃത്വത്തിലാണ് പൂപ്പാടമാക്കി മാറ്റിയത്. മൂന്നാർ തേക്കടി പാതയിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കും ഈ കാഴ്ച ആസ്വദിക്കാം. വേനൽ ചൂടിലും മനസ്സിന് കുളിർമ പകർന്ന് വർണ്ണവിസ്മയമൊരുക്കുകയാണ് വണ്ടൻമേട്ടിലെ സൂര്യകാന്തികൾ. സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള സ്ഥലം വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പരിസരം മനോഹരമാക്കാനായി കുട്ടികളും അധ്യാപകരും ചേർന്ന് കാട് വെട്ടിത്തെളിച്ചു. തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് പാകി പരിപാലിച്ചു. നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ എന്ന ആശയം ഞാൻ കുതിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് ഇതിൻ്റെ സീഡ്സ് പറ്റിച്ചിട്ട് ഞങ്ങളിവിടെ ഇത് പ്ലാന്റ് ചെയ്യുകയും ചെയ്യണം. ഇത് ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി, വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ്. കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക, കൃഷി അവരെ വളർത്തുക, പ്രകൃതി സൗഹൃദമാക്കുക, ഇങ്ങനെയുള്ള പർപ്പസാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന പാതയോട് ചേർന്നുള്ള സൂര്യകാന്തിപ്പാടം സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട്. സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും വണ്ടൻമേട്ടിലെ കുട്ടികൾ സജീവമാണ്. ക്യാബേജും തക്കാളിയും വഴുതനയും പയറുമെല്ലാം കുട്ടികളുടെ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം വളരുന്നു. ന്യൂസ് 18 ഇടുക്കി. ജൈവ പച്ചക്കറിയിൽ ശ്രദ്ധേയനാവുകയാണ് കാസർഗോഡ് പടന്ന കോരംകുളത്തെ പി നവജിത്ത്. ആധുനിക രീതിയിലുള്ള കൃഷിരീതി അവലംബിച്ച് ജൈവ കൃഷിരീതിയിൽ മാതൃകയാവുകയാണ് ഈ യുവ കർഷകൻ. വീടിനോട് ചേർന്നുള്ള 30 സെന്റ് സ്ഥലത്താണ് നവജിത്തിന്റെ പച്ചക്കറി കൃഷി. ആവശ്യമായ അളവിലും കൃത്യതയിലും വെള്ളവും വളവും നൽകാൻ കഴിയുന്നതും അധ്വാനം കുറവുള്ളതുമായ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിലും ചെറിയ തോതിൽ കൃഷി ചെയ്തിരുന്നുവെങ്കിലും ഇത്രയും വിപുലമായ രീതിയിൽ ആദ്യമായാണ് ചെയ്യുന്നത്. ആദ്യ സംരംഭം വിജയം കണ്ട സന്തോഷത്തിലാണ് ഈ 27-കാരൻ. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലാണ് നമ്മൾ ഇത്തവണ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത്. ഒരു വൻ വിജയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും നമ്മൾ ഇത്രയും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. നല്ലൊരു വളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം. പക്ഷേ ഇത്തരത്തിൽ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ചോദിക്കുന്നുണ്ട്, പച്ചക്കറി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത അത്രയും ആവശ്യക്കാർ നമ്മുടെ ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തേണ്ടതായിട്ടില്ല. ആൾക്കാർക്ക് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പച്ചക്കറി കളക്ട് ചെയ്യുന്നുണ്ട്. ഗണിതത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ നവജിത്തിന് ജ്യേഷ്ഠൻ നവനീതാണ് കൃഷിയിൽ ആവശ്യമായ സഹായം ചെയ്തു വരുന്നത്. കൃഷിക്കുള്ള ആദ്യഘട്ട ചെലവുകൾ വഹിച്ചതും ജലസേചന സൗകര്യം ഒരുക്കി നൽകിയതും ജ്യേഷ്ഠനാണ്. പയർ, വെണ്ട, നരമ്പൻ, കുമ്പളം, വഴുതന എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് ആരംഭിച്ചതു മുതൽ ധാരാളം ആവശ്യക്കാരാണ് പച്ചക്കറി അന്വേഷിച്ച് വീട്ടിലെത്തുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സ്വന്തമായി കെട്ടിടമില്ലാത്തതുകൊണ്ട് 3 വർഷത്തോളമായി മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടി കാഞ്ഞിരത്തിങ്ങൽ GMLP സ്കൂൾ. സ്വന്തമായ ഒരു സ്കൂൾ കെട്ടിടം വാഗ്ദാനം മാത്രമായി നിൽക്കുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിനിറങ്ങുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാകുമെന്ന പ്രഖ്യാപനത്തിൽ വിശ്വസിച്ചാണ് പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചത്. കൊല്ലം 3 കഴിഞ്ഞു, പ്രഖ്യാപിച്ചതൊന്നും നടന്നില്ല. കാഞ്ഞിരത്തിങ്ങൽ GMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും മദ്രസ കെട്ടിടത്തിൽ തന്നെ പഠനം തുടരുകയാണ്. 2022 ഓഗസ്റ്റ് 1-നാണ് ഖാസിയാർഗ മദ്രസ കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടം പണിയുന്നതിന് തടസ്സമായി പറയുന്നത് പലവിധ സാങ്കേതിക കുരുക്കുകളാണ്. ഇതിന് പല ഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നിവേദനങ്ങളും അതുപോലെ തന്നെ പരാതികളും കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിന് കൊടുക്കേണ്ട പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട MLAക്ക് കൊടുക്കേണ്ട പരാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഹൈടെക് സ്കൂളുകളൊന്നും നമ്മളെ മക്കൾക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വർഷക്കാലത്തേക്ക് ഇവിടുത്തെ മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തിച്ചാൽ മതി, സ്കൂൾ ഇങ്ങോട്ട് മാറ്റാം, തൽക്കാലം ഒരു വർഷക്കാലം ഇവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഇത് പണി തീർക്കുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷമാണ് സ്കൂൾ കെട്ടിടം പൊളിച്ചത്. സ്കൂൾ കെട്ടിടം പൊളിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇതുവരെ അതിനു വേണ്ട യാതൊരു നടപടിയും അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്കൂൾ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട്
രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി സ്കൂൾ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് സംഗമിച്ചു. PWD കെട്ടിട വിഭാഗം ഓഫീസിലെത്തി പ്രവൃത്തി ഇനിയും വൈകരുതെന്ന് രക്ഷാകർതൃ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 മലപ്പുറം. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടികളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത്. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ തിരിച്ചറിഞ്ഞാൽ വൻതുക പിഴ ഈടാക്കും. ഇതിനോടകം 10 ലക്ഷത്തോളം രൂപ പിഴ ഇനത്തിൽ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കിയതായും അടിമാലി ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കി. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എപ്പോഴും വലിയ തലവേദനയാണ്. പലപ്പോഴും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ അധികൃതർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ എത്തുന്ന അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നത്. റോഡ് വക്കിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയാൽ കടുത്ത പിഴ ഈടാക്കും. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 10 ലക്ഷത്തിലധികം രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു. മാലിന്യ നിക്ഷേപ നടപടികൾക്ക് കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ നടപടി കർശനമാക്കിയതോടെ കഴിഞ്ഞ 1 വർഷക്കാലമായി മാലിന്യ നിക്ഷേപത്തിൽ കാര്യമായ കുറവും വന്നിട്ടുണ്ട്. എന്നാൽ ദേശീയപാതയോരത്തും മറ്റിടങ്ങളിലും CCTV ഇല്ലാത്തതുമൂലം പലപ്പോഴും കുറ്റക്കാരെ കണ്ടെത്താൻ പരിമിതിയുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് രഹസ്യ നിരീക്ഷണവും ശക്തമാക്കി. ന്യൂസ് 18 അടിമാലി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച ഏക മകൾക്കായി നീതി തേടി ഒരു കുടുംബം. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന കീർത്തി സുനുകുമാർ കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലെയും റിനെ മെഡിസിറ്റിയിലും ഉണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് മരണമടഞ്ഞത്. ഇത് ശരിവെച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി നടത്തിയിരുന്നു. എന്നാൽ ആരാണ് ചികിത്സാ പിഴവ് നടത്തിയതെന്ന് കൃത്യമായ റിപ്പോർട്ടിൽ പറയാത്തതിനാൽ നാളിതുവരെ പോലീസിന് കൂടുതൽ അന്വേഷണം നടത്താനാകുന്നില്ല. 2024 മെയ് 6-നാണ് കടുത്ത തലവേദനയെ തുടർന്ന് കീർത്തി സുനുകുമാറെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലും തുടർന്ന് റിനെ മെഡിസിറ്റിയിലും ചികിത്സക്കായി എത്തിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി രോഗനിർണയം നടത്താതെ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സ നൽകുകയായിരുന്നു. തുടർന്ന് മെയ് 10-ാം തീയതി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ കീർത്തി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തലച്ചോറിലെ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തി. ഇതിലേക്ക് സൂചന നൽകുന്ന ലക്ഷണങ്ങളും ബ്ലഡ് റിസൾട്ട്സും ഉണ്ടായിരുന്നിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ കീർത്തിക്ക് നൽകിയിരുന്നില്ല. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാതല എക്സ്പേർട്ട് പാനൽ കമ്മിറ്റി അന്വേഷണം നടത്തുകയും ഇരു ആശുപത്രികളിലെയും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും കണ്ടെത്തുകയും ചെയ്തു. നാളിതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് ആവശ്യമായ വിവരങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് പാനലിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. പോലീസ് പലവട്ടം DMOയെ സമീപിച്ചു. എറണാകുളം DMO ഇതുവരെയും ആവശ്യമായ വിശദാംശങ്ങൾ, കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യമായ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിലും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നൊരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണെന്നും നടന്ന ചികിത്സാ പിഴവ് കൃത്യമായി എന്താണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഈ അനാസ്ഥ മൂലം മരണം നടന്ന് 10 മാസം കഴിഞ്ഞിട്ടും പോലീസിന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനോ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിലെ കാലതാമസമടക്കം പല ഘട്ടങ്ങളിലും ഈ കുടുംബം കുറ്റകരമായ അനാസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അച്ഛൻ സുനുകുമാറും അമ്മ കലയും. ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് കളങ്കം വരുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കീർത്തിക്ക് നീതി നേടിക്കൊടുത്തേ മതിയാകൂ. ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടി ഗോത്രകലകൾ. അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത്.
കാസർഗോഡ് ജില്ലയിലെ 3-ാം മൈൽ മുണ്ടോട്ടൂരിലെ മാവിലൻ സമുദായത്തിന്റെ മംഗലം കളി, കണ്ണൂർ ജില്ലയിലെ പാനൂർ നരിക്കോട്ടുമലയിലെ കുറിച്യ സമുദായത്തിന്റെ കോൽക്കളി, ഇടുക്കി ജില്ലയിലെ മറയൂരിലെ കുമിട്ടാൻകുഴി ഊരിലെ ഹിൽപുലയ സമുദായത്തിന്റെ മലപ്പുലയാട്ടം എന്നീ ഗോത്രകലകളാണ് കുംഭമേളയിൽ പ്രദർശിപ്പിച്ചത്. മുതൽ പൂർണ്ണമായും വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ നേതൃത്വം വഹിച്ചത്. 2 ദിവസങ്ങളിലായി 150ഓളം ഗോത്രകലകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം.